Hi everyone, this is Reshma Prijan with Inspiring Depot. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് കിങ്ഡം ഫഞ്ചയുടെ പ്രത്യുൽപാദന രീതികളെ കുറിച്ചിട്ടാണ്. ഇത്തവണ അതിൻ്റെ പ്രത്യുൽപാദന രീതിയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ജീവിതചക്രം, അതുപോലെ ഹെറ്ററോതാലിസം, പാരാസെക്ഷുവാലിറ്റി, ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഫംഗസുകളുടെ ജീവിതചക്രത്തിൽ 5 ഘട്ടങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. അവയാണ് അലൈംഗിക ഘട്ടം, ഹാപ്ലോയിഡ് ഘട്ടം, ഹാപ്ലോയിഡ് ഡൈകാരിയോൺ ഘട്ടം, ഹാപ്ലോയിഡ് ഡിപ്ലോയിഡ് ഘട്ടം, പിന്നെ ഡിപ്ലോയിഡ് ഘട്ടം. ഇങ്ങനെ 5 ഘട്ടങ്ങൾ. അപ്പം അത് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഘട്ടമാണ് അലൈംഗിക ഘട്ടം എന്ന് പറയുന്നത്. ഇത് അലൈംഗിക പ്രത്യുൽപാദനത്തിന്റെ ഘട്ടമാണ്. ഈ ഒരു ഘട്ടത്തിൽ എന്ത് ചെയ്യുന്നു? ഹാപ്ലോയിഡ് ആയിട്ടുള്ള, ഹാപ്ലോയിഡ് എന്ന് വെച്ചാൽ N, ഒരു സെറ്റ് ക്രോമസോം മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മൾ മറ്റൊരു വാക്ക് ഉപയോഗിക്കും ഏകപ്ലോയിഡ്. അങ്ങനെ ഏകപ്ലോയിഡ് ആയിട്ടുള്ള മൈസീലിയം, അതായത് ശരീരം, അത് എന്ത് ചെയ്യുന്നു? ഏകപ്ലോയിഡ് ആയിട്ട് തന്നെയുള്ള രേണുക്കളെ, അലൈംഗിക രേണുക്കളെ ഉൽപ്പാദിപ്പിക്കുകയും ഈ രേണുക്കള് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? അല്ലെ, അതെന്ത് ചെയ്യും? മുളയ്ക്കുന്നു. അല്ലെ, അനുകൂല സാഹചര്യം വരുന്ന സമയത്ത് അത് മുളച്ച് ഏകപ്ലോയിഡ് ആയിട്ടുള്ള പുതിയ മൈസീലിയകൾ ഉണ്ടാവുന്നു. ഇതാണ് അലൈംഗിക ഘട്ടം എന്ന് പറയുന്നത്. ഇനിയുള്ള മറ്റൊരു ഘട്ടമാണ് ഹാപ്ലോയിഡ് ഘട്ടം അഥവാ ബീജഘട്ടം എന്ന് പറയുന്നത്. ഈ പേരിൽ തന്നെ ഉണ്ട് എന്താണ്? ഹാപ്ലോയിഡ് ആയിട്ടുള്ളത് ബീജാണ്. അല്ലെ, നമ്മളെല്ലാം കാര്യത്തിൽ ഹാപ്ലോയിഡ് ആയിട്ട് വരുന്നത് എന്താണ്? ബീജകോശമാണ് ഏകപ്ലോയിഡ് ആയിട്ട് വരുന്നത്. അപ്പൊ ആ ബീജകോശം രൂപീകരിക്കുന്ന ഘട്ടമാണ് ഹാപ്ലോയിഡ് ഘട്ടം എന്ന് പറയുന്നത്. നമുക്കറിയേണ്ടത് ഇത് എപ്പോഴാരംഭിക്കുന്നു, ഏതുവരെ ഉണ്ടാവുന്നു, ഏതുവരെയാണ് ആ ഒരു സമയം വരുന്നത് എന്നാണ്. അപ്പൊ ഒരു മൈസീലിയം, ഒരു ഹാപ്ലോയിഡ് ആയിട്ടുള്ള മൈസീലിയം, അപ്പൊ അതിലൊരു സിക്താണ്ഡം രൂപീകരിക്കുന്നു. ഓക്കെ, ലൈംഗിക പ്രത്യുൽപാദനത്തിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു? ഒരു സിക്താണ്ഡം രൂപീകരിക്കുന്നു. ആ ഒരു സിക്താണ്ഡം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും വരുന്നത്? സിക്താണ്ഡം അത് ഡിപ്ലോയിഡ് ആണ് കേട്ടോ. എന്താണ് ആ സിക്താണ്ഡത്തിന്റെ പ്രത്യേകത? എന്താണ്? അത് ഡിപ്ലോയിഡ് ആണ്. അതായത് 2 സെറ്റ് ക്രോമസോം ഉണ്ടാവും. അപ്പോ ഈ സിക്താണ്ഡത്തിൽ നിന്നാണ് ബീജകോശം ഉണ്ടാവുന്നത്. സിക്താണ്ഡത്തിൽ നിന്ന് ആദ്യം പുതിയൊരു മൈസീലിയം ആവുന്നു, അല്ലെ? പിന്നീട് അതായത് ഊനഭംഗ പ്രക്രിയ വഴി ആ സിക്താണ്ഡത്തിൽ നിന്ന് എന്തുണ്ടാവുന്നു? ബീജകോശങ്ങൾ രൂപീകരിക്കുന്നു. അപ്പൊ ആ സിക്താണ്ഡത്തിന്റെ ഊനഭംഗം അഥവാ മിയോസിസ് ആണ് ഇതിന്റെ തുടക്കം എന്ന് പറയുന്നത്. അങ്ങനെ മിയോസിസ് അഥവാ ഊനഭംഗം നടക്കുന്നു. ഈ ഊനഭംഗം നടക്കുമ്പോൾ അതിൽ ആദ്യമായിട്ട് സംഭവിക്കുന്ന എന്താണ്? അല്ലെ, ഏതൊരു കോശവിഭജനം ആയാലും ശരി, അവിടെ 3 കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? പ്ലാസ്മോഗമി, കാരിയോഗമി, അതുപോലെ മെയോസിസ് അഥവാ ഊനഭംഗം എന്ന് പറയും. അല്ലെ, ഊനഭംഗം, അല്ലെ, മൈറ്റോഡിക് ഡിവിഷനോ എന്തോ ആയിക്കോട്ടെ. അപ്പൊ ആ ഊനഭംഗത്തില് അവിടെ ആ കോശം വിഭജിക്കുന്നതിനും എന്തുണ്ട്? പ്ലാസ്മോഗമി ഉണ്ട്. അല്ലെ, പ്ലാസ്മോഗമിയും കാരിയോഗമിയും ഉണ്ട്. അപ്പൊ ഊനഭംഗത്തില് ഈ പ്ലാസ്മോഗമി അതിന് തൊട്ടു മുന്നേ വരെയുള്ള ആ ഒരു സമയം, അതായത് ബീജകോശം രൂപീകരിക്കുന്ന ആ ഒരു സമയം. ഓക്കെ, സിക്താണ്ഡത്തിന്റെ ഊനഭംഗം മുതൽ പ്ലാസ്മോഗമിക്ക് മുന്നേ, അതായത് ആ ഊനഭംഗം കംപ്ലീറ്റ് ചെയ്യുന്നു, എന്നിട്ട് പിന്നെ എന്ത് ചെയ്യുന്നു? അടുത്ത ഒരു ഘട്ടത്തിൽ അത് എന്ത് ചെയ്യുന്നു? ബീജകോശങ്ങൾ രൂപീകരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നു. അങ്ങനെ പ്ലാസ്മോഗമിക്ക് മുന്നേ വരെയുള്ള ഒരു ഘട്ടം. ഓക്കെ, അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഹാപ്ലോയിഡ് ഘട്ടം അഥവാ ബീജഘട്ടം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒന്നാമത്തത് അലൈംഗിക ഘട്ടമാണ്. രണ്ടാമത്തെ ഘട്ടമാണെന്ത്? ഹാപ്ലോയിഡ് ഘട്ടം അഥവാ ബീജഘട്ടം എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ഘട്ടമാണ് ഹാപ്ലോയിഡ് ഡൈകാരിയോട്ടിക് ഘട്ടം എന്ന് പറയുന്നത്. ഇത് കാണുന്നത് ഏതിലൊക്കെയാണ്? ആസ്കോമൈസീറ്റുകളിലും ബെസിഡിയോമൈസീറ്റുകളിലുമാണ്. കാരണം അവർക്കാണ് ഈ ഡൈകാരിയോൺ എന്ന് പറയുന്ന ഒരു ഇന്റർമീഡിയറ്റ് സ്റ്റേജ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവർക്ക് പ്ലാസ്മോഗമി കഴിഞ്ഞയുടൻ കാരിയോഗമി നടക്കുന്നില്ല. ഓക്കെ, അതായത് ആ ഒരു പ്ലാസ്മോഗമി എന്ന് വെച്ചാൽ എന്താണ്? കോശദ്രവ്യത്തിന്റെ വിഭജനം. അല്ലെ, കോശദ്രവ്യം വിഭജിച്ച് അതിനുശേഷം എന്ത് ചെയ്യണം? ന്യൂക്ലിയസിന്റെ വിഭജനം, കാരിയോഗമി നടക്കണം. പക്ഷെ ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഘട്ടം രൂപീകരിക്കുന്നുണ്ട്.
അതായത് പ്ലാസ്മോഗമി കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞ് മാത്രമേ കാരിയോഗമി സംഭവിക്കുന്നുള്ളൂ. ആ ഒരു ഘട്ടത്തിൽ ഒരു കോശത്തിന്റെ ഉള്ളിൽ തന്നെ 2 ന്യൂക്ലിയസോട് കൂടിയ ഒരു ഘട്ടം ഉണ്ടാവും. അപ്പൊ അതിനെയാണ് ഡൈകാരിയോൺ എന്ന് പറയുന്നത്. ഡൈകാരിയോൺ എന്താണ്? ഡിപ്ലോയിഡ് ആണ്. ഇനി വേറൊന്നാണ് ഹാപ്ലോയിഡ് ഡിപ്ലോയിഡ് ഘട്ടം. ഇത് കാണുന്നത് ഏതിലാണ്? ഫൈക്കോമൈസീറ്റുകളിലാണ്. കാരണം അവർക്ക് എന്തില്ല? അവർക്ക് ഈ ഡൈകാരിയോൺ എന്ന് പറയുന്ന ഘട്ടം ഇല്ല. ഈ ഒരു പ്ലാസ്മോഗമി കഴിഞ്ഞ ഉടൻ തന്നെ അടുത്ത സെക്കൻഡിൽ തന്നെ അവർക്ക് കാരിയോഗമി സംഭവിക്കും. ഇപ്പൊ കാരിയോഗമി കഴിഞ്ഞ ഉടൻ എന്ത് ചെയ്യുന്നു? സിക്താണ്ഡം ഉണ്ടാവുന്നു. ഈ സിക്താണ്ഡത്തിന്റെ പ്രത്യേകത അതെന്താണ്? ഡിപ്ലോയിഡ് ആണ്. അതാണ് ഈ ഹാപ്ലോയിഡ് ഡിപ്ലോയിഡ് ഘട്ടം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഡിപ്ലോയിഡ് ഘട്ടമാണ്. ഡിപ്ലോയിഡ് ഘട്ടം എന്ന് വെച്ചാൽ ഈ ഒരു സിക്താണ്ഡം രൂപീകരിക്കുന്നു, സിക്താണ്ഡം ഊനഭംഗത്തിലേക്ക് പോയിട്ട് അത് എന്തായിട്ട് മാറണം? അത് ഹാപ്ലോയിഡ് ആയിട്ട് മാറണം അല്ലെ? അപ്പം ആ ഒരു ഹാപ്ലോയിഡ് ആയിട്ട് മാറുന്നത് വരെയുള്ള ആ ഒരു ഘട്ടം ഉണ്ടല്ലോ, അതാണ്, അതായത് സിക്താണ്ഡത്തിന് ഊനഭംഗം നടക്കുന്നത് വരെ, സിക്താണ്ഡം രൂപീകരിച്ച് അതിന്റെ ഊനഭംഗം നടക്കുന്നത് വരെയുള്ള ഘട്ടമാണ് ഏത് എന്ന് പറയുന്നത്? ഡിപ്ലോയിഡ് ഘട്ടം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ആ ഒരു സിക്താണ്ഡത്തിന്റെ ഊനഭംഗം തൊട്ട് പ്ലാസ്മോഗമി വരെയാണ് ഏത്? നമ്മൾ നേരത്തെ പറഞ്ഞ ഹാപ്ലോയിഡ്. പിന്നെ പ്ലാസ്മോഗമിക്കും കാരിയോഗമിക്കും ഇടയിൽ ഡൈകാരിയോൺ ഘട്ടം ഉണ്ടെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ജീവിതചക്രത്തിന്റെ ഭാഗമാണ് ഡിപ്ലോയിഡ് ഡൈകാരിയോട്ടിക് ഘട്ടം. ഇനി അതില്ലെങ്കിൽ ഉണ്ടാവുന്ന ഭാഗം ഹാപ്ലോയിഡ് ഡിപ്ലോയിഡ് ഘട്ടം. പിന്നത്തെ ഘട്ടമാണ് ഏത്? ഡിപ്ലോയിഡ് ഘട്ടം എന്ന് പറയുന്നത്. അപ്പൊ ഇത് രണ്ടും, ഈ 3ഉം 4ഉം എന്താണ്? അത് ചിലതിൽ മാത്രമാണ്, ഏതെങ്കിലും ഒന്ന് എന്നുള്ള രീതിയിലാണ് വരുന്നത്. ഇപ്പോൾ ആസ്കോബെസിഡിയം മൈസീറ്റിൽ 3ാമത്തെ ഘട്ടം കാണും. അതേ സമയത്ത് ഫൈക്കോമൈസീറ്റുകളിൽ ഏതാണ് കാണുന്നത്? 4ാമത്തെ ഘട്ടമാണ്. ഹെറ്ററോതാലിസം. ഹെറ്ററോതാലിസം എന്ന് പറയുമ്പോൾ അതുമായിട്ട് കുറച്ചൊരു എന്താണ്, ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഒരു ടേമാണ് ഹോമോതാലിസം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ഹെറ്ററോ അല്ലെങ്കിൽ ഹോമോതാലിസം എന്ന് പറയുന്നത്? ഇത് ആ ഒരു കൂടിച്ചേരലുകൾ അല്ലെങ്കിൽ പ്രത്യുൽപാദനമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. ഇപ്പൊ 2 ഫംഗസുകൾ എടുത്തു, ആ 2 ഫംഗസുകളും തമ്മിൽ എന്തുണ്ട്? തമ്മിൽ ഒരേപോലെയാണ് എന്ന് വിചാരിക്കാം. അവരൊരേ വർഗത്തിൽപ്പെട്ടവരാണെങ്കിൽ അവർ തമ്മിലുള്ള ആ ഒരു പ്രത്യുൽപാദനം അത് ഹോമോതാലിസമാണ്. ഓക്കെ, അത് ഏകദേശം ഒരു ഉഭയലിംഗ അവസ്ഥ എന്നുള്ള രീതിയിലാണ് നമ്മൾ പരിഗണിക്കുന്നത്. ഓക്കെ, എന്താണ് ഉഭയലിംഗ അവസ്ഥ? അതായത് ഇപ്പൊ 2 ഉഭയലിംഗ ജീവികൾ അല്ലെ, അവര് തമ്മിലുള്ള പ്രത്യുൽപാദനം എന്നുള്ള രീതിയിലേക്ക് നമുക്കൊന്ന് വെറുതെ ഒന്ന് കണക്ട് ചെയ്യാം. ഹെറ്ററോതാലിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വ്യത്യസ്ത വർഗങ്ങൾ തമ്മിലുള്ള കൂടിച്ചേരലാണ് ഹെറ്ററോതാലിസം എന്ന് പറയുന്നത്. അതിൽ ഒരു വർഗം ആൺജീവിക്ക് സമാനമായിരിക്കും. അവരെ നമ്മൾ വിളിക്കുന്നതാണ് പ്ലസ് സ്ട്രെയിൻ. ഒരു വർഗം എന്താണ്? ആൺജീവിക്ക് തുല്യമാണ്, അതാണ് പ്ലസ് സ്ട്രെയിൻ. മറ്റൊരു വർഗം പെൺജീവിക്ക് തുല്യമാണ്, അതാണ് ഏത് എന്ന് പറയുന്നത്? മൈനസ്. ഓക്കെ, മൈനസ് സ്ട്രെയിൻ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു പ്ലസ് സ്ട്രെയിനും ഒരു മൈനസ് സ്ട്രെയിനും തമ്മിലാണ് കൂടിച്ചേരലുകൾ നടക്കുന്നത്. ഓക്കെ, വ്യത്യസ്ത സ്ട്രെയിൻ അഥവാ വർഗത്തിൽപ്പെടുന്ന മൈസീലുകൾ കൂടിച്ചേരുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഹെറ്ററോതാലിസം എന്ന് പറയുന്നത്. ഓക്കെ, ആ ഹെറ്ററോതാലിസം ആദ്യമായിട്ട് കണ്ടെത്തിയത് AF ബ്ലെയ്സ്ലി ആണ് 1904. പിന്നീട് കുറെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ, ഏകദേശം ഒരു 1949 ആയപ്പോൾ വൈറ്റ് ഹൗസ് കണ്ടെത്തി ഈ ഹെറ്ററോതാലിസം 2 തരത്തിൽ വരുന്നുണ്ട് എന്ന്. അവയാണ് മോർഫോളജിക്കൽ ഹെറ്ററോതാലിസവും അതുപോലെ ഫിസിയോളജിക്കൽ ഹെറ്ററോതാലിസവും. ഇനി അടുത്തതാണ് മോർഫോളജിക്കൽ ഹെറ്ററോതാലിസം എന്ന് പറയുന്നത്. അതായത് രൂപശാസ്ത്രം, മോർഫോളജി എന്ന് വെച്ചാൽ എന്താണ്? രൂപശാസ്ത്രം അല്ലെ, അല്ലെങ്കിൽ നമ്മൾ ബാഹ്യ രൂപശാസ്ത്രം എന്ന് പറയും. കാഴ്ചയിൽ എങ്ങനെയാണ്, പുറമേ നിന്ന് എങ്ങനെയായിരിക്കും, അതാണ് മോർഫോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ ഈ ഒരു മോർഫോളജിക്കൽ ഹെറ്ററോതാലിസത്തിൽ എന്തായിരിക്കും? അതായത് 2 മൈസീലുകൾ എടുക്കുന്നു, അല്ലെങ്കിൽ 2 ഫംഗസുകൾ എടുത്തു കഴിഞ്ഞാൽ അവരുടെ ആൺപെൺ ലൈംഗിക അവയവങ്ങൾ, ഇപ്പൊ ഗാമീറ്റാഞ്ചികളാണെങ്കിൽ ആ ഗാമീറ്റാഞ്ചികൾ എന്തായിരിക്കും? വ്യത്യസ്തമായിരിക്കും. ഓക്കെ,
ആൺപെൺ ലൈംഗികാവയവങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള ഫംഗസുകളുടെ കൂടിച്ചേരൽ അല്ലെങ്കിൽ പ്രത്യുൽപാദനം, അതാണ് മോർഫോളജിക്കൽ ഹെറ്ററോതാലിസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാഴ്ചയിൽ അവരെന്തായിരിക്കും? വ്യത്യസ്തമായിരിക്കും. ഓക്കെ. പിന്നെ ബീജങ്ങൾ അല്ലെ, പുരുഷ ബീജവും സ്ത്രീ ബീജവും എടുക്കുന്ന സമയത്ത് സ്ത്രീ ബീജമാണ് കുറച്ചും കൂടി വലുതുണ്ടാവുന്നത്. അതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഈ ഒരു ഘട്ടത്തിന് നമ്മുടെ വൈറ്റ് ഹൗസ് മറ്റൊരു പേരിലാണ് ഒഴിച്ചത്. അതായത് ഈ പറഞ്ഞ മോർഫോളജിക്കൽ ഹെറ്ററോതാലിസം കാണിക്കുന്ന ഫംഗസ് വിഭാഗങ്ങൾക്ക് വൈറ്റ് ഹൗസ് കൊടുത്ത പേരാണ് ഹാപ്ലോഡൈഷ്യസ് എന്നുള്ളത്. ഹാപ്ലോഡൈഷ്യസ് എന്ന് വെച്ചാൽ എന്താണ്? അർദ്ധ ഏകലിംഗ വിഭാഗക്കാരാണ് അവരെന്നാണ് പറയുന്നത്. എന്താണ്? ഹാപ്ലോഡൈഷ്യസ് എന്ന് പറയുന്ന വാക്കാണ് ഇവിടെ അദ്ദേഹം ഉപയോഗിക്കുന്നത്. അതുപോലെ ഇതിന് കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. അക്ലിയയുടെ ചില ജീനസ്, അതായത് സ്പീഷീസുകൾ വരുന്നുണ്ട്. അക്ലിയ ജീനസിൽ പെടുന്ന ചില സ്പീഷീസുകൾ, കൂടുതലും താഴ്ന്ന ഇനം ഫംഗസുകളാണ് ഈ ഒരു മോർഫോളജിക്കൽ ഹെറ്ററോതാലിസത്തിൽ ഉൾപ്പെടുന്നത്. ഒന്നാണ് അക്ലിയ. അക്ലിയ തന്നെ എന്തുണ്ട്? ആംബിസെക്ഷുവാലിസ് എന്ന് പറയുന്നതുണ്ട്. ഓക്കെ, അക്ലിയ ആംബിസെക്ഷുവാലിസും അക്ലിയ ബൈസെക്ഷുവാലിസും ഉണ്ട്. അതുപോലെ ഫൈറ്റോഫ്തോറ പാമിവോറ, ഡിക്ട്യൂച്ചസ് മോണോസ്പോറസ്, ബ്ലാസ്റ്റോക്ലാഡിയല്ല വാരിയബിലസ്. ബ്ലാസ്റ്റോകാഡിയയിലാണ് കുറച്ച് കൂടുതലായിട്ട് നമുക്ക് കൃത്യമായിട്ട് ഈ ബീജങ്ങളുടെ വലിപ്പ വ്യത്യാസം പറഞ്ഞല്ലോ. അതായത് സ്ത്രീ ബീജമാണ് കുറച്ചും കൂടി വലുതെന്ന്. അത് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നത് ഈ ബ്ലാസ്റ്റോക്ലാഡിയല്ല വാരിയബിലിസിലാണ്. പിന്നെ മറ്റൊരു ഉദാഹരണമാണ് പെരനോസ്പോറ പാരസൈറ്റിക്ക. ഇങ്ങനെയുള്ള താഴ്ന്ന ഇനം ഫംഗസുകളാണ് എന്ത് കാണുന്നത്? ഈ മോർഫോളജിക്കൽ ഹെറ്ററോതാലിസം കാണുന്നത്. ഫിസിയോളജിക്കൽ ഹെറ്ററോതാലിസം. ഫിസിയോളജി എന്ന് വെച്ചാൽ എന്താണ്? ശരീരശാസ്ത്രം അല്ലെ, അതാണ് ഫിസിയോളജി എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ആന്തരികമായിട്ടുള്ള കാര്യങ്ങൾ, അതാണ് ഫിസിയോളജിയിൽ കൂടുതലായിട്ട് ഉൾപ്പെടുന്നത്. മോർഫോളജി ബാഹ്യമാണ്, രൂപശാസ്ത്രപരമായിട്ടുള്ളതാണ്. ഫിസിയോളജി എന്താണ്? ആന്തരികമായിട്ടുള്ളതാണ്. അപ്പൊ ഇതെന്താന്ന് വെച്ചാൽ രണ്ട് ഫംഗസുകൾ, ഓക്കെ, ആ ഫംഗസുകളുടെ മൈസീലുകൾ അല്ലെങ്കിൽ അതിലുള്ള ഹൈഫകൾ തമ്മിലും പ്രത്യുൽപാദനം നടക്കുന്നുണ്ടല്ലോ അല്ലെ, ഹൈഫകൾ തമ്മിലാണ് പ്രത്യുൽപാദനം നടക്കുന്നത്. അപ്പൊ ഇവ നമുക്ക് കാണുമ്പോൾ എന്ത് തോന്നില്ല? ഒരു വ്യത്യസ്തതയും തോന്നില്ല, കാഴ്ചയിൽ ഒരുപോലെയാണ്. അതായത് മോർഫോളജിക്കലി സിമിലർ ആണ്. ഓക്കെ, രൂപശാസ്ത്രപരമായിട്ട് നോക്കുവാണെങ്കിൽ എന്താണ്? ഒരുപോലെയാണ്, ഒരു വ്യത്യാസവും ഇല്ല. പക്ഷേ അവര് ഫിസിയോളജിക്കലി ഡിഫറെൻ്റ് ആയിരിക്കും. ശരീരശാസ്ത്രപരമായിട്ട് എന്താണ്? അവർക്ക് വ്യത്യസ്തതയുണ്ട്, ജനിതക ഘടനയിലൊക്കെ വ്യത്യസ്തത വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഹൈഫകള് അവര് ലൈംഗിക പ്രത്യുൽപാദനത്തിന്റെ ആ സമയത്ത് അവർ കൂടിച്ചേരുന്നു. ഈ കൂടിച്ചേരലാണ് ഫിസിയോളജിക്കൽ ഹെറ്ററോതാലിസം എന്ന് പറയുന്നത്. ഇത് മറ്റൊരു പേരിൽ കൂടി അറിയപ്പെടുന്നുണ്ട്. ഏതാണ്? ഹാപ്ലോയിഡ് പൊരുത്തക്കേട്, ഹാപ്ലോയിഡ് ഇൻകോമ്പാറ്റിബിലിറ്റി എന്നുള്ള പേരിലും കൂടി വരുന്നുണ്ട്. ഇനി മുതൽ നമുക്ക് ആവശ്യമുള്ള കുറച്ച് വാക്കുകളാണ്. ഒന്ന് പൊരുത്തം. ഓക്കെ, ഏതൊക്കെ തമ്മിലാണ് പിന്നെ ഹെറ്ററോതാലിസം നടക്കുന്നത്, പൊരുത്തം ഉണ്ടാവുന്നത്, അതാണ് കോമ്പാറ്റിബിലിറ്റി എന്ന് പറയുന്നത്. പിന്നെ വേറൊന്നാണെന്ത്? നോട്ട് കോമ്പാറ്റിബിൾ അല്ലെങ്കിൽ ഇൻകോമ്പാറ്റിബിലിറ്റി, അതായത് അവരൊരിക്കലും ചേരില്ല, ചേർക്കാൻ പാടില്ല എന്ന് പറയുന്നില്ലേ, അത്. പിന്നെ ചിലത് കുറച്ചും കൂടി അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ നോട്ട് ഫുള്ളി കോമ്പാറ്റിബിൾ, അതായത് പൂർണ്ണമായിട്ട് പൊരുത്തമില്ല എന്നുള്ള രീതിയിലുള്ള ഇങ്ങനെയുള്ള കുറച്ച് പദങ്ങൾ കൂടി നമുക്കിവിടെ ആവശ്യമുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ഈ ഫിസിയോളജിക്കൽ ഹെറ്ററോതാലിസം എത്ര തരത്തിലുണ്ട് എന്നുള്ളത്. പ്രധാനമായിട്ടും രണ്ട് തരത്തിലാണ് വരുന്നത്. ഏതൊക്കെയാണ്? 2 അലീൽ ഹെറ്ററോതാലിസവും മൾട്ടിപ്പിൾ അലീൽ ഹെറ്ററോതാലിസവും. ഓക്കെ, 2 അലീൽ ഹെറ്ററോതാലിസം, മറ്റേത് ഏതാണ്? മൾട്ടിപ്പിൾ അലീൽ, അതായത് ബഹു അലീൽ ഹെറ്ററോതാലിസം. ഇതാണ് രണ്ട് തരം ഫിസിയോളജിക്കൽ ഹെറ്ററോതാലിസം വരുന്നത്. 2 അലീൽ ഹെറ്ററോതാലിസം. അപ്പൊ ഇവിടെ എന്താണ്? ഒരു ജനിതക സ്വഭാവത്തെ നിയന്ത്രിക്കുന്നത് 2 അലീലുകളാണ്, ഒരു ജീനിന്റെ 2 അലീലുകളാണ്. അപ്പൊ അവിടെയാണ് നമ്മൾ 2 അലീൽ ഹെറ്ററോതാലിസം പറയുന്നത്. അതായത് ഇവിടെ എന്ന് വെച്ചാൽ ഓരോ ക്രോമസോമിന്റെയും 2 ക്രൊമാറ്റിഡുകളിലായിട്ട് ഈ പറഞ്ഞിരിക്കുന്ന 2 അലീലുകൾ ഉണ്ടാവും. ഓക്കെ, അപ്പം അങ്ങനെ കാണപ്പെടുന്ന ഒരു ജോഡി ജനിതക ഘടകങ്ങൾ, ഒരു ജീനിന്റെ തന്നെ
രണ്ട് ഘടകങ്ങളാണ് അലീലുകൾ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഒരു ഉദാഹരണമായിട്ട് എടുത്തിരിക്കുന്നത് ഒരു ജീൻ, ഓക്കെ, ഒരു ജീൻ അതിൻ്റെ രണ്ട് അലീലുകളാണ് എയും, ക്യാപിറ്റൽ ലെറ്റർ എയും സ്മോൾ ലെറ്റർ എയും. നമ്മളെപ്പോഴും ക്യാപിറ്റൽ എ, ക്യാപിറ്റൽ ടി അല്ലെ, ഇതൊക്കെ ഏതിനാ ഉപയോഗിക്കുന്നത്? ഒരു ഡോമിനന്റ് അലീലിനെ സൂചിപ്പിക്കാൻ. ഡോമിനന്റ് എന്ന് വെച്ചാൽ പ്രബലമായിട്ടുള്ള അലീലിനെ സൂചിപ്പിക്കാനാണ് ഉപയോഗിക്കുന്നത്. അതാണ് ഇവിടുത്തെ പ്ലസ് ട്രെയിനിന്റെ ഭാഗമായിട്ട് വരുന്നത്. ഓക്കെ, ആ പ്രബലമായ അലീലാണ് ഏതിന്റെ ഭാഗമായിട്ട് വരുന്നത്? പ്ലസ് ട്രെയിനിൽ പെടുന്ന, പ്ലസ് വിഭാഗത്തിൽ പെടുന്ന ഫംഗസുകളുടെ ഭാഗമായിട്ട് വരുന്നത്. ഇനി സ്മോൾ ലെറ്റർ എ ആണ് മാന്ദ്യമായിട്ടുള്ള അലീല് അഥവാ റെസസീവ് അലീൽ എന്ന് പറയുന്നത്. അത് മൈനസ് ട്രെയിനിനെ സൂചിപ്പിക്കുന്നതാണെന്ന് വിചാരിച്ചോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഊനഭംഗം നടക്കുന്നു. ഓക്കെ, ഇതുപോലെയുള്ള ഒരു ഫംഗസിൽ ഊനഭംഗം നടക്കുന്നു. ഊനഭംഗ സമയത്ത് നമുക്കറിയാം ക്രോമസോമിന്റെ ക്രൊമാറ്റിഡുകൾ വെവ്വേറെയാവും. അപ്പോൾ ഈ ക്രൊമാറ്റിഡുകൾ വെവ്വേറെയാകുമ്പം ഒരു ക്രൊമാറ്റിഡ്, അതായത് പ്ലസ് ഉള്ള, അതായത് ക്യാപിറ്റൽ എ അലീലുള്ള ക്രൊമാറ്റിഡ് അല്ലെ ഒരു ഭാഗത്തേക്കും ഒരു കോശത്തിലേക്കും, അതുപോലെ സ്മോൾ ലെറ്റർ എ ഉള്ള മൈനസ് ട്രെയിൻ വരുന്ന ക്രൊമാറ്റിഡ് മറ്റൊരു കോശത്തിലേക്കും പോകുന്നു. അങ്ങനെ അവരെന്ത് ചെയ്യുന്നു? വേർപിരിയുന്നു. അങ്ങനെ പ്ലസ് സ്ട്രെയിനിൽ പെടുന്ന രേണുക്കള്, മൈനസ് സ്ട്രെയിനിൽ പെടുന്ന രേണുക്കള്, രണ്ട് വ്യത്യസ്ത തരം രേണുക്കൾ അതിന്റെ ഭാഗമായിട്ട് രൂപീകരിക്കുന്നു. പിന്നീട് ഈ രേണുക്കള് അല്ലെ മുളച്ച്, അനുകൂല സാഹചര്യത്തിൽ മുളച്ചിട്ട് പ്ലസ് ട്രെയിനുകളും മൈനസ് ട്രെയിനുകളും ഉണ്ടാവുന്നു. അതാണ് നമ്മൾ ഈ പറഞ്ഞ 2 അലീൽ ഹെറ്ററോതാലിസം എന്ന് പറയുന്നത്. അവിടെ ഒരു ജീനിനെ, ജനിതക ഘടനയെ നിയന്ത്രിക്കുന്നത് രണ്ട് വ്യത്യസ്ത തരം അലീലുകളാണ്. ഒന്ന് പ്ലസ് ട്രെയിനെ കാണിക്കുന്നു, ഓക്കെ, മറ്റേത് ഏതിനെയാണ്? മൈനസ് ട്രെയിനെ കാണിക്കുന്നു. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഏത്? കോമ്പാറ്റിബിലിറ്റി അല്ലെ, സെക്ഷൽ കോമ്പാറ്റിബിലിറ്റിയും ഇൻകോമ്പാറ്റിബിലിറ്റിയും. അപ്പൊ ഒരേപോലത്തെ സ്ട്രെയിനുകൾ ഉണ്ടല്ലോ, ഒരേപോലത്തെ സ്ട്രെയിനുകൾ തമ്മിൽ ഒരിക്കലും എന്ത് ചെയ്യില്ല? ചേരില്ല. അതായത് ഒരു ജീവി ആൺജീവിക്ക് തുല്യവും മറ്റേത് പെൺജീവിക്ക് തുല്യവും ആയിരിക്കണം. ആ രീതിയിൽ ആ ഫംഗസുകൾ. അപ്പൊ അത് ആൺജീവിക്ക്, ആൺ ഫംഗസുകൾക്ക് തുല്യമായിട്ട് വരുന്നത് പ്ലസ് ട്രെയിൻ ആണ്. അതുപോലെ പെൺ ഫംഗസുകൾക്ക് തുല്യമായിട്ട് വരുന്നത് മൈനസ് ട്രെയിൻ ആണ്. അപ്പം അങ്ങനെ ഒരു ആൺ പെൺ സെക്ഷുവാലിറ്റി, ലൈംഗികതയാണ് ഇവിടെ കോമ്പാറ്റിബിൾ ആയിട്ടുള്ളത്, അതായത് പൊരുത്തപ്പെടുന്നത്. അതേ സമയത്ത് അങ്ങനെ അല്ലെങ്കിലോ, ഒരേ സ്ട്രെയിനുകൾ തമ്മിലാണെങ്കിലോ അവിടെയാണ് എന്ത്? പൊരുത്തക്കേട്. അവരൊരിക്കലും ചേരുന്നില്ല. ഓക്കെ, അവിടെ അവർ തമ്മിൽ എന്ത് ചെയ്യുന്നില്ല? പ്രത്യുൽപാദനം, ലൈംഗിക പ്രത്യുൽപാദനം നടക്കുന്നില്ല. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഇണചേരൽ പൊരുത്തം അഥവാ ലൈംഗിക പൊരുത്തം, സെക്ഷുവൽ കോമ്പാറ്റിബിലിറ്റി. നേരത്തെ പറഞ്ഞു ഒന്ന് പ്ലസ് ആണെങ്കിൽ മറ്റേത് എന്തായിരിക്കണം? മൈനസ് ആയിരിക്കണം. ഇനി ലൈംഗിക പൊരുത്തക്കേട്, സെക്ഷൽ ഇൻകോമ്പാറ്റിബിലിറ്റി. ഒന്നുകിൽ ഇപ്പൊ രണ്ടും പ്ലസ് ആയിരിക്കും, അല്ലെങ്കിൽ രണ്ടും മൈനസ് ആയിരിക്കും. അവർ തമ്മിൽ ഒരിക്കലും എന്ത് ചെയ്യില്ല? ചേരില്ല. അവർ തമ്മിൽ ലൈംഗിക പ്രത്യുൽപാദനം നടക്കുന്നില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. എക്സാമ്പിൾ ആയിട്ട് വരുന്ന ഏതാണ്? ആസ്കോബോളസ് മാഗ്നിഫിക്കസ്, അതുപോലെ പക്സീനിയ ഗ്രാമിനസ്, അസ്റ്റിലാഗോ കൊലേറി, ന്യൂറോസ്പോറ, സൈറ്റോഫില്ല, മ്യൂക്കർ മ്യൂസിഡോ. ഇതൊക്കെയാണ് ഏതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്? നമ്മൾ പറഞ്ഞ 2 അലീൽ ഹെറ്ററോതാലിസത്തിന്റെ എക്സാമ്പിൾസ്. ബഹു അലീൽ ഹെറ്ററോതാലിസം അഥവാ മൾട്ടിപ്പിൾ അലീൽ ഹെറ്ററോതാലിസം. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു 2 അലീൽ ഹെറ്ററോതാലിസത്തില് അവിടെ എന്താണ്? ആ ലൈംഗിക പൊരുത്തത്തെ നിർണ്ണയിക്കുന്നത് 2 അലീലുകൾ മാത്രമേ ഉള്ളൂ. ഇവിടെ അങ്ങനെയല്ല, 2ൽ കൂടുതൽ അലീലുകൾ, ലൈംഗിക പൊരുത്തായാലും പൊരുത്തക്കേടായാലും 2ൽ കൂടുതൽ അലീലുകളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണെങ്കിൽ അതാണ് ബഹു അലീൽ ഹെറ്ററോതാലിസം എന്ന് പറയുന്നത്. എത്ര അലീലുകളുണ്ടോ, 3, 4, 5, 6 എത്രയുണ്ടോ അതിനനുസരിച്ചിട്ട് ഈ ഒരു പൊരുത്ത സാധ്യത കൂടിക്കൂടി വരും. വലിയൊരു ലിസ്റ്റ് കിട്ടും നമുക്ക്. പൊരുത്ത സാധ്യത എന്ത് ചെയ്യും? കൂടിക്കൂടി വരും. 2 തരത്തിലാണ് ഈ ഒരു ബഹു അലീൽ ഹെറ്ററോതാലിസം ഉള്ളത്. ബൈപോളാർ ബഹു അലീൽ ഹെറ്ററോതാലിസവും ടെട്രാപോളാർ ബഹു അലീൽ ഹെറ്ററോതാലിസവും. ആദ്യത്തേത് ബൈപോളാർ ബഹു അലീൽ ഹെറ്ററോതാലിസം. ഇവിടെ നമ്മൾ ഇങ്ങനെ ശ്രദ്ധിക്കുക, ഒരു അലീല്, ഒരു ജീൻ, ആ ജീനിന് നമ്മൾ എൽ എന്നുള്ള ജസ്റ്റ് ഒരു പേര് കൊടുത്തതാണ്. എല്ലിന് പകരം എന്ത് വേണമെങ്കിലും ആവാം, എ ആവാം, ബി ആവാം, സി ആവാം. അപ്പം ആ ഒരു ജീൻ, അപ്പൊ അതിന്റെ അലീലുകൾ ഏതൊക്കെയാ വരുന്നത്?
L1, L2, L3 എത്ര വരെ അലീലുകൾ, രണ്ടിലധികം എത്ര വരെ LN വരെ ആവാം. ഓക്കെ, അപ്പൊ എത്ര അലീലുകൾ ഒരു ജീൻ ഉണ്ടായാലും ഈ അലീലുകളൊക്കെ സ്ഥിതി ചെയ്യുന്നത് ഒരേ ഒരു ലോക്കസിലായിരിക്കും. ലോക്കസ്. ഓക്കെ, ലോക്കസ്. ലോക്കസ് ഒന്നിലധികം ഉണ്ടെങ്കിൽ അതിന്റെ പ്ലൂറൽ ടേം ആണ് ലോസി എന്നുള്ളത്. എന്താണ്? ലോസി. അപ്പോൾ ഒരു ലോക്കസിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? ഒരു ജീനിന്റെ അലീലുകൾ സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഒരു ജീനിന് രണ്ടിലധികം അലീലുകൾ ഉണ്ടെങ്കിൽ അത് മുഴുവൻ ഈ പറഞ്ഞ ഒരു ലോക്കസിൽ ഉണ്ടാവും. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ഈ ഒരു തരത്തിലുള്ളത് ഇതെന്താണെന്ന് നമ്മൾ പറയാൻ പോകുന്നേ ഉള്ളൂ. ഇനി പിന്നെ ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നത് ബെസിഡിയോമൈസീറ്റുകളാണ്. ഈ ബെസിഡിയോമൈസീറ്റുകളിൽ റസ്റ്റ് വിഭാഗക്കാരും സ്മട്ട് വിഭാഗക്കാരും ഒഴികെയുള്ള ആൾക്കാരുണ്ടല്ലോ, അവർക്കാണ് ഈ ഒരു ബൈപോളാർ മെക്കാനിസം കാണിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് അറിയേണ്ട ഒരു കാര്യം, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആരൊക്കെ തമ്മിലാണ് ചേരാത്തത്? ഓക്കെ, ലൈംഗിക പൊരുത്തക്കേട് ഇൻകോമ്പാറ്റിബിൾ ആയിട്ട് വരുന്നത് ആരൊക്കെയാണ്? ഒരേപോലെയുള്ള സ്ട്രെയിനുകൾ അല്ലെ. അതായത് ഇതിലെ L1 അലീല് ഒരു സ്ട്രെയിൻ കിട്ടുമല്ലോ അല്ലെ, വ്യത്യസ്ത അലീലുകൾ വ്യത്യസ്ത സ്ട്രെയിനുകളിലേക്ക് പോവുമല്ലോ, വ്യത്യസ്ത ഹൈഫകളിലേക്ക് പോവുമല്ലോ. അപ്പോൾ L1 എന്ന് പറയുന്ന അലീല് ഒരു സ്ട്രെയിൻ ആണ്, L2 വേറെ, L3 വേറെ, L4 വെവ്വേറെ ആവും. വെവ്വേറെ സ്ട്രെയിനുകളിലുള്ള ഫംഗസുകൾ രൂപീകരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതില് ഒരേ സ്ട്രെയിനിൽ പെടുന്നവര് തമ്മിൽ എന്ത് ചെയ്യില്ല? പൊരുത്തം ഉണ്ടാവില്ല. അതാണ് L1ഉം L1ഉം, L2 L2, L3 L3, L4 L4, അങ്ങനെ എത്ര വരെ LN LN വരെ ആയിക്കോട്ടെ, അവര് തമ്മിൽ എന്തില്ല? പൊരുത്തമില്ല. അപ്പൊ ഇതിൻ്റെ ഒരു ചാർട്ട് കാണിക്കാം. നമ്മൾ സാധാരണ രീതിയിൽ ജനറ്റിക്സിലൊക്കെ ഒരു പെനറ്റ് സ്ക്വയർ വരക്കും അല്ലെ, അതുപോലെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു പെനറ്റ് സ്ക്വയർ വരക്കുന്നു. ആ പെനറ്റ് സ്ക്വയറിൽ ഒരു ഭാഗത്ത്, അതായത് മുകൾ വശത്തായിട്ട് ഫംഗസുകളുടെ അല്ലെ, ഫംഗസുകളുടെ ചേരുന്ന മുകൾ വശത്തും ഈ ഒരു എന്താണ് ലെഫ്റ്റ് സൈഡിലുമായിട്ട് നമ്മൾ ചേരുന്ന ഫംഗസുകളുടെ ഓക്കെ അലീലുകൾ ആണ് കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് ഇപ്പൊ 4 എണ്ണം മാത്രം എടുക്കുകയാണെങ്കിൽ L1 L2 L3, അതുപോലെ താഴെ എന്ത് വരുന്നുണ്ട്? L1 L2 L3 അല്ലെ. എന്നിട്ട് എന്ത് ചെയ്യാ? നിങ്ങൾ ലെഫ്റ്റിലും ടോപ്പിലും വരുന്നതിന് തമ്മിൽ എന്ത് ചെയ്യുക? അവർ കൂടിച്ചേരാൻ പറ്റോ ഇല്ലയോ, അതായത് കോമ്പാറ്റിബിൾ ആണോ നോൺ കോമ്പാറ്റിബിൾ ആണോ എന്ന് കണ്ടെത്തുക ചെയ്യുന്നത്. കോമ്പാറ്റിബിൾ എന്ന് വെച്ചാൽ എന്താണ്? പൊരുത്തമുള്ളവരാണ്. നോൺ കോമ്പാറ്റിബിൾ എന്ന് വെച്ചാൽ എന്താണ്? പൊരുത്തക്കേടാണ് അവിടെ കാണിക്കുന്നത് അല്ലെ. അപ്പൊ ഇവിടെ ഈ ഭാഗത്തുള്ള L1ഉം അതുപോലെ അല്ലെ താഴെയും മുകളിലുള്ള L1 ചേരുവോ? ഇല്ല. അവരെന്താണ്? അവിടെ നമ്മൾ മൈനസ് കൊടുക്കും അല്ലെ. മൈനസ് കൊടുത്തിരിക്കുന്നത് എന്താണ്? അവർ തമ്മിൽ ചേരില്ല എന്നുള്ളതാണ് അർത്ഥമാണ് കേട്ടോ, അല്ലാതെ മൈനസ് സ്ട്രെയിനും പ്ലസ് സ്ട്രെയിനും അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവര് തമ്മിൽ ചേരില്ല. അതുപോലെ L2 അല്ലെ, ഒരു ഭാഗത്തുള്ള ലെഫ്റ്റിലുള്ള L2 ടോപ്പിലുള്ള L2 ആയിട്ട് കൂടിച്ചേരുന്നതുണ്ടല്ലോ, അവിടെ ഒരു കൂടിച്ചേരൽ നടക്കുന്നില്ല. അതും എന്താണ്? മൈനസ് ആണ് കാണിച്ചിരിക്കുന്നത്. അതുപോലെ L3യും മൈനസ് ആണ്, L4ഉം മൈനസ് ആണ്. ബാക്കിയുള്ള എന്തും ആയിക്കോട്ടെ, L1 L2 ആയിട്ടും L1 L3 ആയിട്ടും L1 L4 ആയിട്ടും ഒക്കെ ചേരും. അവിടെ എന്താണ്? പൊരുത്തമുണ്ട്, കോമ്പാറ്റിബിൾ ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് ബൈപോളാർ ബഹു അലീൽ ഹെറ്ററോതാലിസം എന്ന് പറയുന്നത്. ടെട്രാപോളാർ ബഹു അലീൽ ഹെറ്ററോതാലിസം ഇത് കാണിക്കുന്നത് ഏതൊക്കെ ഫംഗസുകളാണെന്നുള്ളത് ആദ്യം നോക്കാം. കോപ്രിനസ് ഫെർമെറ്റേറിയസും അസ്റ്റിലാഗോ മെയ്ഡിസും ആണ് ഈ തരത്തിലുള്ള ഒരു ഹെറ്ററോതാലിസം കാണിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞത് എന്താണ്? ഒറ്റ ഒരു ലോക്കസ് ആണ് അല്ലെ. ഒരു ലോക്കസ്, അതില് ഒരു ജീനിന്റെ 2 അലീൽ, ആ ഒരു രീതിയിലൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഇവിടെ എന്താന്ന് വെച്ചാൽ ഒരു ജീനിന് 2-ലധികം അലീലുകൾ ഉണ്ട്. ഓക്കെ, ആ അലീലുകൾ രണ്ടെണ്ണം വീതം 2 ലോക്കസുകളിലായിട്ട് കാണപ്പെടും. ഓക്കെ, അതായത് ഒരു ജീനിന് തന്നെ എന്താണ് 2 ലോക്കസ്, അതിന് ലോക്കസ് എന്നല്ല 2 ഉണ്ടാകുമ്പോൾ നമ്മൾ എന്താ പറയാ? ലോസി അല്ലെ. 2 ലോസികളിലായിട്ട് ഒരു ജീനിന്റെ 2 വീതം അലീലുകൾ കാണാം. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പം എന്താണ് 2 വീതം അലീലുകൾ നമ്മൾ എടുക്കുന്നത് അല്ലെ. അപ്പം ആ അലീലുകൾ ഈ തരത്തിലൊക്കെ വരാം. A and B എന്നുള്ള രീതിയിൽ വരുന്ന രീതിയിൽ നോക്കുക. A1 B1 ആവാം,
A1 B2 ആവാം, A2 B1 ആവാം, A2 B2 ആവാം. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന അലീൽ ജോഡികൾ എന്ന് പറയുന്നത്. ഓക്കെ, എയും ബിയും, എന്റെ ഒരു വിഭാഗം എ, ഒരു വിഭാഗം ബി. ഓക്കെ, വ്യത്യസ്ത തരം അലീലുകൾ വരുന്നുണ്ട്. എക്ക് പല രൂപങ്ങളുണ്ട്, ബിക്ക് പല രൂപങ്ങളുണ്ട്. അതിൽ എയുടെ ഒരു രൂപവും ബിയുടെ ഒരു രൂപവും, അങ്ങനെ രണ്ട് വ്യത്യസ്ത തരം അലീലുകൾ എന്ത് ചെയ്യുന്നു, ഒരു ലോക്കസിൽ വരും. ഓക്കെ, ആ രീതിയിലാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഇപ്പൊ ലോക്കസുകൾ രണ്ടെണ്ണം ഉണ്ടല്ലോ, L1 L2 എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് ലോക്കസുകൾ എടുക്കാം. ഏതാണ് രണ്ടെണ്ണം വരുന്നത്? L1 L2. ഓക്കെ, L1 എന്ന് പറയുന്ന ലോക്കസിൽ ഈ 4 തരം അലീൽ ജോഡികൾ കാണാം. അതേപോലെ തന്നെ ആയിരിക്കും L2ലും വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് ഇവരിൽ ആരൊക്കെ നമ്മൾ പൊരുത്തക്കേട് ഉണ്ടാവും, ആരൊക്കെ നമ്മൾ പൊരുത്തം ഉണ്ടാവും. പിന്നെ അതുകൂടാതെ വേറൊരു കേസ് കൂടി ഇതിലേക്ക് വരുന്നുണ്ട്. ആ കേസാണ് നമ്മളിവിടെ പരിഗണിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്താണ്. നമ്മൾ ഇതുപോലെ ഒരു പനറ്റ് ചാർട്ട് വരക്കുന്നു. ഓക്കെ, ഒരു പനറ്റ് സ്ക്വയർ വരക്കുന്നു. അപ്പൊ അത് വരച്ചു കഴിഞ്ഞാൽ L1ലും L2ലും വരുന്നത് വെവ്വേറെ ആക്കിയിട്ട് നമ്മൾ വെക്കുന്നത് കേട്ടോ. അതായത് L1ലുള്ള, അതായത് ഒരു ഹൈഫയുടെ L1ലുള്ളതും മറ്റൊരു ഹൈഫയുടെ L2ലുള്ളതും തമ്മിലാണ് മാച്ച് ചെയ്യുന്നത് എന്നുള്ള രീതിയിലേക്ക് നോക്കുക. അപ്പൊ നമുക്ക് ഏതൊക്കെ തമ്മിലാണ് പൊരുത്തക്കേട് വരുന്നത് എന്നുള്ളത് ആദ്യം പഠിക്കാം. നമുക്കറിയാം ഒരേപോലെയുള്ളവ ഒരിക്കലും ചേരില്ല, അല്ലെ? അവരെന്താണ്? പൊരുത്തക്കേട്, നോൺ കോമ്പാറ്റിബിൾ ആണ്. നമ്മൾ NC എന്ന് പറഞ്ഞിട്ടുള്ള പനറ്റ് സ്ക്വയറിൽ കാണിക്കും ഏതാണ് നോൺ കോമ്പാറ്റിബിൾ. ഏതൊക്കെ തമ്മിലാണ് ഇവിടെ നോൺ കോമ്പാറ്റിബിൾ വരുന്നത്? ഒരേപോലെയുള്ളവ. ഏതൊക്കെയാ ഒരേപോലത്തെ? A1 A1നോട് മാത്രം ചേർന്നു, കാണുന്നില്ലേ? A1 A1നോട് മാത്രം, സോറി A1 B1 A1 B1നോട് മാത്രം, A2 B2 A2 B2വിനോട്, അതുപോലെ A1 B2 A1 B2, പിന്നെയോ A2 B1 A2 B1. ഓക്കെ, A1 B1 A1 B1, A1 B2 A1 B2, A2 B1 A2 B1. അത് നമ്മൾ മുകളിലും ആ വശത്തും നോക്കണം കേട്ടോ. A2 B2 A2 B2 തമ്മിൽ എന്ത് ചെയ്യുന്നില്ല, ചേരുന്നില്ല. അവരെന്താണ്? NC ആണ്. NC എന്താ? നോൺ കോമ്പാക്റ്റിബിൾ, പൊരുത്തക്കേട് കാണിക്കുന്നു. ഇനി ആരൊക്കെ തമ്മിലാണ് ചേരുന്നത് എന്ന് നോക്കാം. ജസ്റ്റ് ഓപ്പോസിറ്റ്. അത് നിങ്ങളിങ്ങനെ ആലോചിച്ചാൽ മതി. A1ന്റെ ഓപ്പോസിറ്റ് A2, B1ന്റെ ഓപ്പോസിറ്റ് B2. ആ രീതിയിൽ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നവര് തമ്മിൽ എന്തായിരിക്കും? പൊരുത്തം ഉണ്ടാവും, കോമ്പാറ്റിബിൾ ആണ്. ഓക്കെ, അത് ഏതൊക്കെയായിരിക്കും? A1 ഏതിനോടായിരിക്കും ചേരുന്നത്? A1 ഏതിനോട് ചേരും? രണ്ട് തരത്തിൽ, അല്ലെ? A1 ഏതിനോടാ ചേരുന്നത്? സോറി, A1 B1. A1 B1 ഏതിനോടാ ചേരുന്നത്? ആ എയും ബിയും അതിലെ 1 മാറ്റിയാൽ 2 ആക്കിയാലോ? A2 B2, അല്ലെ? A1 B1 ഏതിന്റെ കൂടെ ചേരും? A2 B2ന്റെ കൂടെ മാത്രം ചേരുന്നു. അതുപോലെ ഈ പറഞ്ഞ A1 B1 അല്ലെ A2 B2നോട് ചേരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അത് വേറെ ഏതിനോടൊക്കെ ചേരാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഒന്ന് നമ്മൾ പറഞ്ഞത് എന്താണ്? A1 B1 A2 B2നോട്. വേറൊന്ന് A1 B2, കാണുന്നില്ലേ? A1 B2. അപ്പൊ അത് നേരെ തിരിച്ചു വെച്ചാലോ? എന്റെ 1 എടുത്തിട്ട് ബിക്ക് കൊടുക്കുന്നു, ബിന്റെ 2 എടുത്തിട്ട് A വാങ്ങിക്കുന്നു. അപ്പം A2 B1, അല്ലെ? ഏതാണ്? A1 B2 ഏതിന്റെ കൂടെയേ ചേരുന്നുള്ളൂ? A2 B1ന്റെ കൂടെയാണ് ചേരുന്നത്. ഇനി ഇതൊന്നും അല്ലാത്ത വിഭാഗങ്ങൾ ഇവിടെ കാണാം, അല്ലെ? നേരത്തെ നമ്മൾ പഠിച്ചതിൽ നിന്നും ബൈപോളാറിലൊന്നും ഇങ്ങനെയൊന്നും ഇല്ല. അതിൽ പൊരുത്തക്കേടുണ്ട്, പൊരുത്തക്കേടില്ല, അത്രേ ഉള്ളൂ. ഇതിൻ്റെ ഇടയിൽ വേറൊന്ന് NFC, നോട്ട് ഫുള്ളി കോമ്പാറ്റിബിൾ, അതായത് അപൂർണമായിട്ടുള്ള ഒരു പൊരുത്തം കാണിക്കുന്ന ഒരു തരത്തിലുള്ള അലീൽ ജോഡികളും കൂടി ഇവിടെ കാണാം. അത് ഏതല്ല? നമ്മൾ നേരത്തെ പറഞ്ഞ നോൺ കോമ്പാറ്റിബിളും അതുപോലെ കോമ്പാക്റ്റിബിളും അല്ലാത്തത് പരിഗണിക്കുക. എങ്ങനെയൊക്കെ വരാം ഇത്? A1 B1. ഓക്കെ, A1 B1 ഏതിന്റെ കൂടെയൊക്കെ ചേരും? A1നെ വെച്ചിട്ട് B1ന്റെ 1 ചേഞ്ച് ചെയ്തു, അല്ലെ? A1 B2ന്റെ കൂടെ ചേരും.
അതുപോലെ A2B1ൻ്റെ കൂടെ ചേരും. നമ്മൾ നേരത്തെ പറഞ്ഞ ജോഡികളിൽ നമ്മൾ മാച്ച് ചെയ്യാതെ വിട്ടത് ആരൊക്കെയാണോ ആ വിട്ടവരെ ആണ് നമ്മൾ നോൺ ഫുള്ളി കോമ്പാറ്റിബിൾ എന്ന് പറയുന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ A1B1നെ A1B2നോട് ചേർത്തിട്ടില്ല, അപ്പൊ അവര് NFC ആണ്. ഓക്കെ, അതുപോലെ വേറെന്താണ് A2B1, A1B1ഉം A2B1ഉം. അതുപോലെ A2B2 അത് A1B2നോടും A2B2 വേറെ ഏതായിരിക്കും A2B1നോടും കാണിക്കുന്നത് എന്താണ്? അപൂർണമായിട്ടുള്ള ഒരു പൊരുത്തമാണ് കാണിക്കുന്നത്. അപ്പൊ ഇതാണ് ടെട്രാപോളാർ. ഓക്കെ, അടുത്ത ഒന്നാണ് പാരാസെക്ഷുവാലിറ്റി എന്ന് പറയുന്നത്. നമ്മൾ ഇതുവരെ പറഞ്ഞ എന്താണ് അല്ലെ, ലൈംഗിക ചക്രങ്ങൾ പറഞ്ഞു, ലൈഫ് സൈക്കിൾ ജീവിതചക്രം പറഞ്ഞു, അതുപോലെ പിന്നെ ഹെറ്ററോതാലിസം പറഞ്ഞു. ഇനി പറയാനുള്ളത് പാരാസെക്ഷുവാലിറ്റി ആണ്. ഓക്കെ, നമുക്ക് നോക്കാം. ഇതാദ്യമായിട്ട് കണ്ടെത്തിയതും അതിന് ആ ഒരു പേര് കൊടുത്തതും 2 ശാസ്ത്രജ്ഞർ ചേർന്നിട്ടാണ്. അതും 1952. ഇവർ രണ്ടുപേരാണ് പോന്റികോർവോ അതുപോലെ റേപ്പർ. ആരൊക്കെയാണ്? പോന്റികോർവോയും റേപ്പറും കൂടിയിട്ടാണ്. ഓക്കെ, പോന്റികോർവോ അതുപോലെ റേപ്പർ. ഇവര് രണ്ടുപേര് ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു പാരാസെക്ഷുവാലിറ്റി കണ്ടെത്തിയത്, അതിന് ആ ഒരു പേരും കൊടുത്തത്. എപ്പോഴാണ്? 1952. ഏത് ഫംഗസിലാണ് കണ്ടെത്തിയത്? ആ ഫംഗസ് ആണ് ആസ്പെർജില്ലസ് നിഡുലൻസ്. ഏതിലാണ് പാരാസെക്ഷുവാലിറ്റി ആദ്യമായിട്ട് കണ്ടെത്തുന്നത്? ആസ്പെർജില്ലസ് നിഡുലൻസിൽ. ഇത് എന്താണെന്ന് വെച്ചാൽ, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഹെറ്ററോതാലിസത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒന്നാണ്. ഹെറ്ററോതാലിസ് എന്ന് വെച്ചാൽ അവിടെ എന്താണ്, ലൈംഗിക പ്രത്യുൽപാദനത്തിന് വേണ്ടി ഒരു കൂടിച്ചേരൽ നടക്കുമല്ലോ അല്ലെ, 2 ഹൈഫുകൾ കൂടിച്ചേരുന്നു, സമ്പർക്കത്തിൽ വരുന്നു. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഹോമോതാലിസ് ആയാലും ഹെറ്ററോതാലിസ് ആയാലും ഉദ്ദേശിക്കുന്ന അതാണ്. ഇവിടെ എന്ന് വെച്ചാൽ അങ്ങനെ ഒരു ലൈംഗിക കൂടിച്ചേരൽ നടക്കുന്നില്ല. അതുപോലെ സിക്താണ്ഡത്തിന്റെ ഊനഭംഗം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. മറിച്ച് ഇവിടെ എന്താ ചെയ്യുന്നത്? ജസ്റ്റ് ആ 2 ഹൈഫകൾ അടുത്തേക്ക് വരും. അവരുടെ ജനിതക വസ്തുക്കൾ എന്ത് ചെയ്യും? ആ ജനിതക വസ്തുക്കൾ കൂടിച്ചേർന്നിട്ട് അവരൊരു പുതിയൊരു മൈസീലിയായിട്ട് വരും. ഓക്കെ, 2 ഹൈഫകളുടെ ജനിതക വസ്തുക്കൾ കൂടിച്ചേർന്നിട്ട് അതെന്ത് ചെയ്യുന്നു? ഒരു പുതിയൊരു ഫംഗസ് ആയിട്ട് മാറുന്നു. ലൈംഗികതയ്ക്ക് പുറമെ, അതായത് ലൈംഗിക കൂടിച്ചേരലുകൾ ഇല്ലാതെ തന്നെ പുതിയൊരു എന്താണ് ജനിതക ഘടനയുള്ള ഒരു ജീവി, ഒരു ഫംഗസ് ഉണ്ടാവുന്നു. അതാണ് പാരാസെക്ഷുവാലിറ്റി. ഇനി നമുക്ക് അറിയേണ്ടത് ഇതിന്റെ ഘട്ടങ്ങളാണ്. നമുക്കത് നോക്കാം. 7 ഘട്ടങ്ങളായിട്ടാണ് ഇത് നടക്കുന്നത്. അതിലെ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് ഹെറ്ററോകാരിയോട്ടിക് മൈസീലിയം രൂപീകരിക്കുന്നതാണ്. എന്താണ്? ഹെറ്ററോകാരിയോട്ടിക് മൈസീലിയം. അതാണ് ആദ്യ ഘട്ടത്തിൽ വരുന്നത്. ഈ ഒരു മൈസീലിയം, അതിനെ ഹെറ്ററോകാരിയോൺ എന്നും കൂടി വിളിക്കും. ഇത് രൂപീകരിക്കുന്ന ആ ഒരു പ്രക്രിയക്ക് പറയുന്ന പേരാണ് അനസ്റ്റോമോസിസ്. എന്താണ് ആ പ്രക്രിയ? അനസ്റ്റോമോസിസ് എന്നാണ് ആ പ്രക്രിയയുടെ പേര്. അതായത് ജനിതകപരമായിട്ട് വ്യത്യസ്തമായിട്ടുള്ള 2 ഹൈഫകൾ, ആ ഹൈഫകൾ സമ്പർക്കത്തിൽ വരുന്ന, കൂടിച്ചേരുന്ന ഒരു പ്രക്രിയ. ലൈംഗികമായിട്ടുള്ള കൂടിച്ചേരലുകളല്ല ഇവിടെ നടക്കുന്നത്. എന്താണ്? ജസ്റ്റ് ഇൻ കോണ്ടാക്ട്, സമ്പർക്കത്തിൽ വരുന്ന ആ ഒരു പ്രക്രിയയെ വിളിക്കുന്ന പേരാണ് അനസ്റ്റോമോസിസ് എന്ന് പറയുന്നത്. ഇത് സമ്പർക്കത്തിൽ വരുന്നതിന്റെ ഭാഗമായിട്ട് എന്തുണ്ടാവുന്നു? ഒരു ഹെറ്ററോകാരിയോട്ടിക് മൈസീലിയം, അതായത് 2 വ്യത്യസ്ത തരം കാരിയോൺ ന്യൂക്ലിയസുകളുള്ള മൈസീലിയം രൂപീകരിക്കുന്നു. അതാണ് ആദ്യം നടക്കുന്നത് അല്ലെ. ഒരു മൈസീലിയം ഒരു ഹൈഫൈഡ് അല്ല, ഒരു ന്യൂക്ലിയസ് ഒരു ഹൈഫൈഡ് ആണെങ്കിൽ മറ്റേ ന്യൂക്ലിയസും ജന്തുവസ്തുവും മറ്റൊരു ഹൈഫൈഡ്. അപ്പൊ രണ്ടും സമ്പർക്കത്തിൽ വന്നു കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടായി? ഒരു ഹെറ്ററോകാരിയോൺ ഉണ്ടായി. രണ്ടാമത്തെ ഘട്ടം എന്ന് വെച്ചാൽ ഇവരുടെ ഈ 2 ന്യൂക്ലിയസുകൾ, മർമ്മഭാഗങ്ങൾ കൂടിച്ചേരുന്ന പ്രക്രിയയാണ്. അങ്ങനെ കൂടിച്ചേരുന്ന പ്രക്രിയ, അതിനെയാണ് നമ്മൾ അവിടെ ഏകപ്ലോയിഡ് ന്യൂക്ലിയസുകളാണ് കൂടിച്ചേരുന്നത്. ഏകപ്ലോയിഡ് എന്ന് വെച്ചാൽ എന്താണ്? ഹാപ്ലോയിഡ് അല്ലെ. ന്യൂക്ലിയസുകൾ എന്താണ്? ഹാപ്ലോയിഡുകളാണ്. ഫംഗസുകൾ ഹാപ്ലോയിഡ് ആണ്. അപ്പം അവരുടെ ഏകപ്ലോയിഡ് ആയിട്ടുള്ള ന്യൂക്ലിയസുകൾ എന്ത് ചെയ്യുന്നു? കൂടിച്ചേരുന്നു. ഇതാണ് ഇവിടെ നടക്കുന്നത്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്?
ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് 3 തരത്തിലുള്ള ന്യൂക്ലിയസുകൾ ഇവിടെ രൂപപ്പെടുന്നതായിട്ട് നമുക്ക് കാണാം. ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, അപ്പൊ ഇങ്ങനെ ഏകപ്ലോയിഡ് ന്യൂക്ലിയസുകൾ കൂടിച്ചേരുമ്പോൾ അതിലൊന്ന്, ഇപ്പം ഈ പറഞ്ഞ ന്യൂക്ലിയസുകളിലുള്ള ജീനുകൾ നമുക്ക് എയും ബിയും ആ രീതിയിൽ എടുക്കാം. ഓക്കെ, എയും ബിയും അല്ലെ, അലീലുകൾ എന്നാണെങ്കിൽ അങ്ങനെ എയും ബിയും. അപ്പം എ ബി എന്ന് പറയുന്നത് എന്താണ്? ഏത് കണ്ടീഷനാണ്? എ വേറൊരു ജീനിന്റെ അലീലാണ്, ബി വേറൊരു ജീനിന്റെ അലീലാണ്. വ്യത്യസ്ത അലീലുകൾ ഒരുമിച്ച് കാണുമ്പം ആ ഒരു അവസ്ഥയാണ് ഹെറ്ററോസൈഗസ് എന്ന് പറയുന്നത്. ഈ ഒരു ന്യൂക്ലിയസ് എന്താണ്? അവര് ഡിപ്ലോയിഡ് ആണ്. ഡിപ്ലോയിഡ് എന്ന് വെച്ചാൽ 2 ഹാപ്ലോയിഡ് ന്യൂക്ലിയസുകൾ ചേർന്നാൽ 2 സെറ്റ് അല്ലെ, 2 സെറ്റ് 2n കണ്ടീഷനിലാണ് വരുന്നത്. 2 സെറ്റ് പിന്നെ ക്രോമസോം ഉള്ള ഒരു ന്യൂക്ലിയസ് ആണ് ഉണ്ടാവുന്നത്. അത് ഡിപ്ലോയിഡ് ആണ് അല്ലെങ്കിൽ ഡിപ്ലോയിഡ് ആണ്. പിന്നെ അവരുടെ പ്രത്യേകത എന്താണ്? വ്യത്യസ്ത ജീനുകളുടെ അലീലുകൾ കാണപ്പെടുന്നു അല്ലെ, അതായത് അവരെന്താണ്? ഹെറ്ററോസൈഗസ് ആണ്. അപ്പോൾ ഇങ്ങനെ കൂടിച്ചേരുമ്പോൾ ഉണ്ടാവുന്ന ഒരു ന്യൂക്ലിയസ്, ഒരു ഡിപ്ലോയിഡ് ന്യൂക്ലിയസ് ഹെറ്ററോസൈഗസ് ആയിരിക്കും. പിന്നെ വേറെ 2 ഡിപ്ലോയിഡ് ന്യൂക്ലിയസുകൾ രൂപീകരിക്കുന്നുണ്ട്. ഇവരുടെ പ്രത്യേകത, ഇവര് ഹോമോസൈഗസ് ആണ്. എങ്ങനെയാണ് ഹോമോസൈഗസ് ആവുന്നത്? ഒരു ജീനിന്റെ തന്നെ അലീലുകൾ കാണപ്പെടുമ്പോ അല്ലെ. അപ്പൊ അത് എ ആവാം അല്ലെങ്കിൽ എന്താവാം അല്ലെ. ഹോമോസൈഗസ് എന്ന് പറയുമ്പോൾ എയും അതുപോലെ ബി ബിയും അല്ലെ. എ ആവാം, വേറൊന്ന് എന്താണ്? ബി ബി. ഇനി അടുത്തത് ഏകപ്ലോയിഡ് ന്യൂക്ലിയസുകൾ. അതായത് ഇവിടെ ചിലതിന് എന്ത് സംഭവിച്ചിട്ടുണ്ടാവില്ല? അവർക്ക് ന്യൂക്ലിയർ ഫ്യൂഷൻ സംഭവിച്ചിട്ടുണ്ടാവില്ല. എന്ത്? ന്യൂക്ലിയർ ഫ്യൂഷൻ സംഭവിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ അവരെന്ത് ചെയ്യും? ഏകപ്ലോയിഡ് ആയിട്ട് തന്നെ, ഹാപ്ലോയിഡ് ആയിട്ട് തന്നെ കുറെ ന്യൂക്ലിയസുകൾ അങ്ങനെ ഉണ്ടാവും. അതിന് ചിലപ്പം ജീനിന്റെ എ എന്ന് പറയുന്ന അലീല് മാത്രം ഉള്ളതായിരിക്കും, അല്ലെങ്കിൽ ജീനിന്റെ ബി എന്ന് പറയുന്ന അലീല് മാത്രം ഉള്ളതായിരിക്കും. ഇതാണ് ആദ്യത്തെ 2 ഘട്ടങ്ങൾ. ആദ്യം ഹെറ്ററോ കാരിയോൺ ഉണ്ടാവുന്നു, പിന്നീട് അതിന്റെ ന്യൂക്ലിയസുകൾ കൂടിച്ചേരുന്നു. ഓക്കെ, മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഡിപ്ലോയിഡ് ന്യൂക്ലിയസിന്റെ ഇരട്ടിക്കലാണ്. ഓക്കെ, ഇവിടെ 5 തരം ന്യൂക്ലിയസുകൾ ഉണ്ടായിട്ടുണ്ട്. ഏതൊക്കെയാണ്? എ ബി എന്നീ ഹാപ്ലോയിഡ് ന്യൂക്ലിയസുകൾ, അതുപോലെ എ ബി ബി എന്നീ 2 എങ്ങനെയാണ് ഹോമോസൈഗസ് ആയിട്ടുള്ള ഡിപ്ലോയിഡ് ന്യൂക്ലിയസുകൾ, അതുപോലെ ഒരു ഹെറ്ററോസൈഗസ് എ ബി എന്ന് പറയുന്ന ഒരു ഹെറ്ററോസൈഗസ്. ഇതാണ് 5 ന്യൂക്ലിയസുകൾ. ഈ 5ഉം എന്ത് ചെയ്യും? ഒരുപോലെ തന്നെ ഇരട്ടിക്കുന്നു. അതാണ് മൂന്നാമത്തെ ഘട്ടത്തിൽ സംഭവിക്കുന്നത്. ഇനി 4ാമത്തെ ഘട്ടം എന്ന് വെച്ചാൽ എന്താണ്? അതാണ് ഇടയ്ക്കിടെ എന്ത് ചെയ്യുന്നുണ്ട്? മൈറ്റോട്ടിക് ക്രോസിംഗ് ഓവർ നടക്കുന്നത്. 4ാമത്തെ ഘട്ടത്തിൽ എന്താ സംഭവിക്കുന്നത്? എന്താണ്? മൈറ്റോട്ടിക് ക്രോസിംഗ് ഓവർ നടക്കുന്ന ഒരു ഘട്ടമാണ് ഇത് എന്ന് പറയുന്നത്. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ്. ക്രോസിംഗ് ഓവർ എന്ന് വെച്ചാൽ എന്താണ്? ഈ ന്യൂക്ലിയസ്, ഡിപ്ലോയിഡ് ന്യൂക്ലിയസ് രൂപീകരിക്കുന്നതിന് മുന്നേ ഹാപ്ലോയിഡ് ആയിട്ടുള്ള 2 ന്യൂക്ലിയസുകൾ ചേരുന്നുണ്ടല്ലോ. ആ ചേരുന്ന വേളയിൽ അവര് തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്? ജനിതക വസ്തു കൈമാറുന്നുണ്ട്. അങ്ങനെ അതിനെയാണ് ഒക്കേഷണൽ മൈറ്റോട്ടിക് ക്രോസിംഗ് ഓവർ അഥവാ ഇടയ്ക്കിടെയുള്ള മൈറ്റോട്ടിക് ക്രോസിംഗ് ഓവർ എന്ന് പറയുന്നത്. ഇടയ്ക്കിടെ എന്ന് വെച്ചാൽ എന്താണ്? ഒക്കേഷണൽ ആയിട്ടാണ് ഇത് സംഭവിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് ഡിപ്ലോയിഡ് ന്യൂക്ലിയസിനെ തരംതിരിക്കുന്നത് എങ്ങനെയാണെന്നത്. ഇപ്പം സാധാരണ രീതിയിൽ കൊനീഡിയകൾ അല്ലെ, ഫംഗസുകളിൽ എന്തുണ്ട്? പ്രത്യുൽപാദനത്തിന് അതിന് ഭാഗമായിട്ട് കൊനീഡിയകളുണ്ട്. ആ കൊനീഡിയകൾ നമ്മൾ യൂണി ന്യൂക്ലിയേറ്റ് എന്നാണ് വിളിക്കുന്നത്. യൂണി ന്യൂക്ലിയേറ്റ് ആയിട്ടുള്ള കൊനീഡിയകൾ ഉണ്ടാവും, അതായത് ഏക കണിക. ഓക്കെ, ഏക കണികയുള്ള കൊനീഡിയകൾ. ഈ യൂണി ന്യൂക്ലിയേറ്റ് കൊനീഡിയ എന്ന് വെച്ചാൽ അതിൽ ഏതെങ്കിലും ഒരു തരം ന്യൂക്ലിയസ് മാത്രമേ പാടുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള കൊനീഡിയകളിലേക്ക് ഈ ഉണ്ടായിരിക്കുന്ന ഡിപ്ലോയിഡ് ന്യൂക്ലിയസും അതുപോലെ ഹാപ്ലോയിഡ് ന്യൂക്ലിയസുകൾ എന്ത് ചെയ്യുന്നു? തരംതിരിക്കപ്പെടുന്നു. അപ്പം ഉണ്ടായ ഡിപ്ലോയിഡ് ന്യൂക്ലിയസുകളൊക്കെ ഏത് കൊനീഡിയയിലേക്കാണോ എത്തുന്നത് അത് ഡിപ്ലോയിഡ് കൊനീഡിയയും, അതേസമയം ഏകപ്ലോയിഡ് ന്യൂക്ലിയസുകൾ എത്തുന്ന കൊനീഡിയ, ക്രമീകരിക്കുന്ന കൊനീഡിയ, അത് ഏകപ്ലോയിഡ് കൊനീഡിയകളും ആയിട്ട് മാറും. പിന്നെ നമുക്കറിയാം അല്ലെ, ആ കൊനീഡിയകളിൽ നിന്ന് എന്തുണ്ടാവുന്നു? പുതിയ മൈസീലികൾ ഉണ്ടാവുന്നു. അപ്പോൾ ഡിപ്ലോയിഡ് കൊനീഡിയ ഡിപ്ലോയിഡ് മൈസീലിയവും, അതുപോലെ ഹാപ്ലോയിഡ് കൊനീഡിയ ഹാപ്ലോയിഡ് മൈസീലിയം ആയിട്ട് മാറും. ഇതാണ് 5ാമത്തെ ഘട്ടം. 6ാമത്തെ ഘട്ടമാണ് ഏത്?
ഒക്കേഷണൽ ഹാപ്ലോയിഡൈസേഷൻ അഥവാ ഇടയ്ക്കിടെയുള്ള ഹാപ്ലോയിഡൈസേഷൻ എന്ന് പറയുന്നത്. അത് എല്ലാത്തിലും സംഭവിക്കുന്നില്ല. ഇപ്പം ചിലതിൽ എന്തായിരിക്കും, അവർ ഡിപ്ലോയിഡ് ആയിട്ട് തന്നെയായിരിക്കും ആ മൈസീല നിലനിൽക്കുന്നത്. ഓക്കെ, ചില ഡിപ്ലോയിഡ് ആയിട്ടുള്ള മൈസീലുകൾ അവരെന്തായിട്ട് മാറുന്നു, അവരിൽ കൊനീഡികൾ ഉണ്ടാവും. അവരിൽ എങ്ങനെയുള്ള കൊനീഡികൾ ഉണ്ടാവുന്നത്, ഈ പിന്നെ ഏകപ്ലോയിഡ് ആയിട്ടുള്ള ഹാപ്ലോയിഡ് ആയിട്ടുള്ള കൊനീഡികൾ ഉണ്ടാവും. എന്നിട്ട് ആ കൊനീഡികൾ പിന്നെ ഹാപ്ലോയിഡ് ആയിട്ടുള്ള മൈസീലിയം ഉണ്ടാക്കും. ഇതാണ് ഈ പറഞ്ഞ ഒക്കേഷണൽ ഹാപ്ലോയിഡൈസേഷൻ എന്ന് പറയുന്ന 6ാമത്തെ ഘട്ടം. 7 ഹാപ്ലോയിഡ് സ്ട്രെയിനുകളുടെ തരംതിരിക്കൽ, സോർട്ടിംഗ് ഓഫ് ഹാപ്ലോയിഡ് സ്ട്രെയിൻസ്. അപ്പൊ ഇത് എന്ന് വെച്ചാൽ നമുക്കറിയാം 2 തരം കൊനീഡികൾ ഇവിടെ രൂപം കൊണ്ടു അല്ലെ. ഏതൊക്കെയാണ്? ഹാപ്ലോയിഡ് കൊനീഡികൾ, ഹാപ്ലോയിഡൈസേഷന്റെ ഭാഗമായിട്ടുണ്ടായ ഹാപ്ലോയിഡ് കൊനീഡികളും പിന്നെ നമ്മൾ 5ാം ഘട്ടത്തിലൊക്കെ പറഞ്ഞതുപോലെയുള്ള ഡിപ്ലോയിഡ് കൊനീഡിയകളും. അപ്പൊ ഈ ഹാപ്ലോയിഡ് കൊനീഡി എന്തായിട്ട് മാറും? ഹാപ്ലോയിഡ് സ്ട്രെയിൻ ആയിട്ട് മാറും അല്ലെ. ആ ഒരു വിഭാഗം ഒരു വർഗമായിട്ട് മാറി. അതുപോലെ ഡിപ്ലോയിഡ് കൊനീഡി എന്താവും? ഡിപ്ലോയിഡ് മൈസീലിയം, ഡിപ്ലോയിഡ് സ്ട്രെയിൻ ആയിട്ട് മാറും. അതാണ് ഇതിൽ പറയുന്നത്. ഇത് കൂടുതലായിട്ടും ഈ പറഞ്ഞ പാരാസെക്ഷുവാലിറ്റി കാണുന്നത് ഏതിലാന്ന് വെച്ചാൽ ഡ്യൂട്ടിറോമൈസീഡ്സിലാണ് കേട്ടോ. പാരാസെക്ഷുവാലിറ്റി കാണുന്നത് ഏതിലാണ്? ഡ്യൂട്ടീരിയോമൈസീഡ്സ് അല്ലെങ്കിൽ ഡ്യൂട്ടിറോമൈസീറ്റുകളിൽ പൊതുവേ കാണുന്ന ഒന്നാണ് പാരാസെക്ഷുവാലിറ്റി. കാരണം ഇവർക്ക് ലൈംഗിക പ്രത്യുൽപാദനമില്ല. അപ്പൊ അവര് ഈ പറഞ്ഞ പുതിയ മൈസീലുകളെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്നത് ഈ പാരാസെക്ഷുവാലിറ്റി ആണ്. ഇനി പാരാസെക്ഷുവാലിറ്റിയുടെ ഭാഗമായിട്ട് ഇത്രയും ഘട്ടങ്ങൾ കഴിഞ്ഞു. അതിന്റെ ഭാഗമായിട്ട് ഏതൊക്കെ തരത്തിലുള്ള ന്യൂക്ലിയസുകൾ ഉണ്ടാവാം? ഒന്ന് നമ്മൾ പറഞ്ഞു എയും ബിയും അല്ലെ, ഹാപ്ലോയിഡ് ന്യൂക്ലിയസുകൾ ഉണ്ടാവാം. വേറൊന്ന് എന്താണ്? പുതിയ ജനിതക ഘടനയുള്ള ഹാപ്ലോയിഡ് ന്യൂക്ലിയസുകൾ. അതെന്താണ് അങ്ങനെ വരുന്നത്? നമ്മൾ പറഞ്ഞു ചില സമയങ്ങളിൽ എന്തുണ്ടാവുന്നുണ്ട്, ക്രോസിംഗ് ഓവർ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അല്ലെ. ഹാപ്ലോയിഡ് ന്യൂക്ലിയസുകൾ കൂടിച്ചേർന്നിട്ട് ഡിപ്ലോയിഡ് ന്യൂക്ലിയസ് ആവാൻ പോകുമ്പം ക്രോസിംഗ് ഓവർ നടക്കുന്നുണ്ട്. അതായത് ജനിതക വസ്തുവിനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഡിപ്ലോയിഡ് ന്യൂക്ലിയസ് എന്തായിരിക്കും? പുതിയതായിരിക്കും, പുതിയ ജനിതക ഘടനയുള്ളതായിരിക്കും. അതിന് ഹാപ്ലോയിഡൈസേഷൻ നടന്നാൽ അത് അല്ലെ ഹാപ്ലോയിഡായി. അപ്പം അത് പുതിയ ജനിതക ഘടനയുള്ള ഹാപ്ലോയിഡ് ന്യൂക്ലിയസുകൾ ആയിരിക്കും. അപ്പൊ അവിടെ നടക്കുന്ന പ്രക്രിയ എന്താണ്? ജനറ്റിക് റീകോമ്പിനേഷൻ ആണ് കേട്ടോ. പുതിയ ജനിതക ഘടന എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ജനറ്റിക് റീകോമ്പിനേഷൻ വഴി. അതിനെയാണ് ജനിതക സംയോജനം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡിപ്ലോയിഡ് ഹോമോസൈഗസ് ഉണ്ടാവാം, എ അല്ലെങ്കിൽ ബി, അല്ലെങ്കിൽ എന്താണ് ഡിപ്ലോയിഡ് ഹെറ്ററോസൈഗസ്, AB. ഇത്രയൊക്കെയാണ് ഈ ഒരു പാരാസെക്ഷുവാലിറ്റി വഴി ഉണ്ടാവുന്ന വ്യത്യസ്ത തരം ന്യൂക്ലിയസുകൾ. ഇനി ഇതിന്റെ ഉപയോഗം എന്താണ്? ഏതിന്റെ? പാരാസെക്ഷുവാലിറ്റിന്റെ. ഒന്നാമത്തേത്, നമുക്ക് ഡിസൈർഡ് ആയിട്ടുള്ള ട്രെയിൻസിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അല്ലെ, സ്ട്രെയിൻസിനെ. അതായത് നമുക്ക് അഭികാമ്യമായ രീതിയിൽ നമുക്ക് ഡിപ്ലോയിഡ് വേണോ, ഹാപ്ലോയിഡ് വേണോ, പുതിയ തരത്തിലുള്ള ഹാപ്ലോയിഡ് വേണോ, അങ്ങനെ നമുക്ക് ഏതാണോ വേണ്ടത് ആ തരത്തിലുള്ള സ്ട്രെയിനെ നിർമ്മിക്കാൻ എന്ത് സഹായിക്കുന്നു? ഈ പറഞ്ഞ പാരാസെക്ഷുവാലിറ്റി. അങ്ങനെ പലതരം ഉണ്ടാവുന്നുണ്ടല്ലോ. അപ്പൊ ഏതെങ്കിലും ഒരു തരം സ്ട്രെയിനെ മാത്രം ഉണ്ടാക്കാൻ അതിൽ പാരാസെക്ഷുവാലിറ്റി വെച്ചിട്ട് നമുക്ക് അതിനെ മാത്രം വളർത്തിയെടുക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. രണ്ടാമത്തെ ഉപയോഗം എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ ഫിസിയോളജിയും ജനറ്റിക്കലി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇത്രയാണ് പാരാസെക്ഷുവാലിറ്റിനെ കുറിച്ചിട്ട്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് എന്തൊക്കെയാണ്? ജീവിതചക്രം അല്ലെ, ലൈഫ് സൈക്കിൾ പറഞ്ഞു ഫംഗസുകളുടെ. അതുപോലെ അവർ കാണിക്കുന്ന 2 പ്രത്യേകതകൾ, ഹെറ്ററോ താലസോം പറഞ്ഞു, പാരാസെക്ഷുവാലിറ്റിയും പറഞ്ഞു. അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത്. ഫംഗസുകളുടെ മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺഡ്.